വെൽക്കം ടു ഇൻഡസ് ടോക്സ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ CPT 2026 അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന അപ്ഡേഷൻസിനെ കുറിച്ചൊന്ന് നോക്കാം. ഈ വർഷം ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റിൽ അങ്ങനെ വലിയ ചേഞ്ചസ് എന്ന് പറയാനില്ല. ഓൾറെഡി നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിമോട്ട് മോണിറ്ററിംഗ് ഓഫ് ഫിസിയോളജിക് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന കോഡ്സ് ഉണ്ട്, 99453 ആൻഡ് 99454. ആ രണ്ട് കോഡുകൾക്കും ചെറിയൊരു വ്യത്യാസം, അതായത് അതിൻ്റെ നമ്പർ ഓഫ് ഡേയ്സിൻ്റെ ആ ഒരു ഭാഗത്താണ് വ്യത്യാസം വന്നിട്ടുള്ളത്. നമ്മുടെ പുതിയ ബുക്കിനകത്ത് പറയുന്നതനുസരിച്ചിട്ട് ഡു നോട്ട് റിപ്പോർട്ട് 99453 ഫോർ ക്യുമുലേറ്റീവ് മോണിറ്ററിംഗ് ഓഫ് ലെസ് ദാൻ 2 days ഇൻ എ 30-day പീരീഡ് എന്നുള്ളതാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ 99454 എന്ന് പറയുന്നത് ഡിവൈസസ് സപ്ലൈ വിത്ത് ഡെയിലി റെക്കോർഡിങ്സ് ഓർ പ്രോഗ്രാം അലർട്സ് ട്രാൻസ്മിഷൻ 16 to 30 days ഇൻ എ 30-day പീരീഡ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും എന്താണ് നമ്മുടെ 2025 ടെക്സ്റ്റ് ബുക്കിനെ വെച്ച് നോക്കിയാൽ മനസ്സിലാവും. ആ ഡേയ്സിൻ്റെ കൗണ്ടിനകത്ത് വന്നിട്ടുള്ളൊരു ചേഞ്ച് മാത്രമാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ആ ഭാഗത്ത് പുതുതായിട്ടൊരു കോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, 99445. ഇതിൽ പറയുന്നത് റിമോട്ട് മോണിറ്ററിംഗ് ഓഫ് ഫിസിയോളജിക് പാരാമീറ്റേഴ്സ് ഡിവൈസസ് സപ്ലൈ വിത്ത് ഡെയിലി റെക്കോർഡിംഗ് ഓർ പ്രോഗ്രാമഡ് അലേർട്സ് ട്രാൻസ്മിഷൻ 2 to 15 days ഇൻ എ 30-day പീരീഡ്. അതായത് ഒരു മാസത്തിൻ്റെ പീരീഡിൽ 2 മുതൽ 15 ദിവസം വരെ ഈ റിമോട്ട് മോണിറ്ററിംഗ് ഡിവൈസസ് സപ്ലൈ വിത്ത് ഡെയിലി റെക്കോർഡിംഗ് ചെയ്യുന്നതിൻ്റെ ഒരു കോഡായിട്ടാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പുതിയ കോഡാണ് 99470 എന്ന് പറയുന്നത്, റിമോട്ട് ഫിസിയോളജിക് മോണിറ്ററിംഗ് ട്രീറ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് സർവീസസ് ക്ലിനിക്കൽ സ്റ്റാഫ് ഫോർ ഫിസിഷ്യൻ അതർ qualified healthcare professional time in a calendar month requiring one real-time interactive communication with the patient or caregiver during the calendar month first 10 minutes എന്ന് പറയുന്നതിന് ഒരു കോഡ് അവിടെ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ 99470 എന്ന പുതിയൊരു കോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിരുന്ന നമ്മുടെ രണ്ട് കോഡുകൾക്ക് ചെറിയൊരു ചേഞ്ച് അവിടെ വന്നിട്ടുണ്ട്. 99457 99458. പ്രത്യേകിച്ചൊന്നുമല്ല, അതിൻ്റെ അത് യൂസ് ചെയ്യുന്ന പെർ കലണ്ടർ മന്തിൽ അതെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിലും അതുപോലെ തന്നെ അത് ഏതൊക്കെ കോഡിൻ്റെ കൂടെ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യത്തിലൊക്കെ ചെറിയ ചെറിയ ചേഞ്ചസ്, അതുപോലെ തന്നെ ലെസ് ദാൻ 20 minutes അത് അത് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ചെറിയ ചെറിയ ചേഞ്ചസ് ആ രണ്ട് കോഡിൻ്റെ താഴെയുള്ള പാരന്തറ്റിക്കൽ നോട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞതെല്ലാമാണ് ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഉണ്ടായിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. നമ്മൾ ഇനി പെൻഡിങ് ആയിട്ടുള്ളത് റേഡിയോളജി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. റേഡിയോളജിയിലെ ചെറിയ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. റേഡിയോളജി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി കോഡുകൾ വരുന്ന ഭാഗത്ത് നമുക്ക് പുതിയതായിട്ട് 3 കോഡുകൾ കാണാനായിട്ട് സാധിക്കും. 70471 എന്ന് പറയുന്ന പുതിയൊരു കോഡുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് CTA അഥവാ കമ്പ്യൂട്ടർ ടൊമോഗ്രാഫിക് ആൻജിയോഗ്രഫി ഹെഡ് ആൻഡ് നെക്ക് വിത്ത് കോൺട്രാസ്റ്റ് മെറ്റീരിയൽസ് ഇൻക്ലൂഡിംഗ് നോൺ കോൺട്രാസ്റ്റ് ഇമേജസ് വെൻ പെർഫോംഡ് ആൻഡ് ഇമേജിംഗ് പോസ്റ്റ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നൊരു കോഡാണ്. അതുപോലെ തന്നെ ഒരു ആഡ് ഓൺ കോഡ് ആയിട്ടുള്ള 70472 എന്ന് പറയുന്ന കോഡ് കാണാം. അതും ഇതുപോലെ തന്നെ കമ്പ്യൂട്ടർ ടൊമോഗ്രാഫിക് സെറിബ്രൽ പെർഫ്യൂഷൻ അനാലിസിസ് വിത്ത് കോൺട്രാസ്റ്റ് മെറ്റീരിയൽസ് ഇൻക്ലൂഡിംഗ് ഇമേജ് പോസ്റ്റ് പ്രോസസ്സിംഗ് പെർഫോംഡ് വിത്ത് കൺകറന്റ് CT ഓർ CT ആൻജിയോഗ്രഫി ഓഫ് ദ സെയിം അനാട്ടമി എന്ന് പറയുന്ന ഒരു ആഡ് ഓൺ കോഡാണ്. അതുപോലെ തന്നെ 70473 എന്ന് പറയുന്ന പുതിയൊരു കോഡ് കാണാം. അതും ഇതുപോലെ തന്നെ CT സെറിബ്രൽ പെർഫ്യൂഷൻ അനാലിസിസ് വിത്ത് കോൺട്രാസ്റ്റ് മെറ്റീരിയൽസ് ഇൻക്ലൂഡിംഗ് ഇമേജ് പോസ്റ്റ് പ്രോസസ്സിംഗ് പെർഫോംഡ് വിത്തൗട്ട് കൺകറന്റ് CT ഓർ CT ആൻജിയോഗ്രഫി ഓഫ് ദ സെയിം അനാട്ടമി എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ റേഡിയോളജി എന്ന് പറയുന്ന ചാപ്റ്ററിൽ 77402 77407 77412 എന്ന് പറയുന്ന എക്സിസ്റ്റിംഗ് കോഡുകൾ ചെറുതായി ഒന്ന് റിവിഷൻ ചെയ്തിട്ടുണ്ട്. അതായത് അവിടെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന രീതിയിൽ അതിൻ്റെ ഗൈഡൻസ് ആൻഡ് മോഷൻ മാനേജ്മെൻറ്റ് ബണ്ടിൽഡ് ആയിട്ടുള്ള ഡെലിവറി പെർഫോം ചെയ്യുന്ന സമയത്ത് ഉള്ള ചെറിയ ചെറിയ ചേഞ്ചസ് ആ കോഡുകളിൽ വരുത്തിയിട്ടുണ്ട്. അതുപോലെ ഇൻറ്റൻസിറ്റി മോഡുലേറ്റഡ് റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് അഥവാ IMRTയുടെ ഡെലിവറി കോഡ്സ് 77385 ആൻഡ് 77386. അതുപോലെ തന്നെ CT ഇമേജിംഗ് ഗൈഡൻസ് കോഡ് 77014 ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ബിക്കോസ് ദർ വർക്ക് ഈസ് നൗ ക്യാപ്ചേർഡ് ഇൻ ദ റിവൈസ്ഡ് ഡെലിവറി ഫാമിലി. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന 3 കോഡുകളും ഇവിടെ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കോഡുകളാണ്. അതുപോലെ തന്നെ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള കോഡുകളുണ്ട്. അതിലൊന്നാണ് 77436 വിച്ച് റിപ്പോർട്ട്സ് സർഫസ് റേഡിയേഷൻ തെറാപ്പി പ്ലാനിംഗ് ഫോർ സൂപ്പർഫിഷ്യൽ ഓർ ഓർത്തോ വോൾട്ടേജ് ട്രീറ്റ്മെൻറ്റ് ഇൻക്ലൂഡിംഗ് സ്റ്റിമുലേഷൻ എയ്ഡഡ് ഫീൽഡ് സെറ്റിംഗ് ഫോർ ക്യൂട്ടേനിയസ് ടാർഗറ്റ്സ്. അതുപോലെ തന്നെ 77437 റിപ്പോർട്ട് സൂപ്പർഫിഷ്യൽ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് ഡെലിവറി അറ്റ് അപ് ടു 150 kV പെർ ഫ്രാക്ഷൻ
77438 reports the ortho voltage radiation treatment delivery greater than 150 kV and up to 50 kV per fraction. അതുപോലെ തന്നെ അവിടെ ഒരു ആഡ് ഓൺ കോഡ് 77439 is introduced for ultrasound imaging guidance used to place superficial or ortho voltage treatment fields for cutaneous tumors. ഓക്കെ, അപ്പോൾ ഇത് റിപ്പോർട്ട് ദിസ് കോഡ് വൺസ് പെർ കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഓൺലി വിത്ത് 77437 ഓർ 77438. അപ്പോൾ ഇങ്ങനെ ഒരു 4 കോഡുകൾ അവിടെ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒരു ആഡ് ഓൺ കോഡ് അടക്കം. അപ്പോൾ ഇതെല്ലാമാണ് റേഡിയോളജി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അനസ്തേഷ്യയുടെ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഇത്തവണ വേറെ ചേഞ്ചസ് ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോകളിലെല്ലാമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് CPT 2026ൻ്റെ അപ്ഡേറ്റ്സ് ആണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വർഷത്തെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ആയാലും നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സബ്സ്ക്രൈബ് അവർ ചാനൽ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.